ആന്റി കറപ്ഷൻ ബ്യൂറോ ആവണിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. എന്താടി എന്തിനെ വിളിച്ചു കൂന്നേ? ഇത് നോക്കേ. ജോലിക്ക് കയറി വളരെ ചുരുങ്ങിയ നാളുകൾക്കിടയിൽ തന്നെ എല്ലാ കോൺട്രാക്ടർമാരോടും അവരുടെ ബിൽ പാസ്സാക്കാൻ ആവണി DAO കൈക്കൂലി ആവശ്യപ്പെടാറുണ്ടായിരുന്നു. കൈക്കൂലി നൽകി ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യും? എനിക്ക് അറിഞ്ഞുകൂടാ. എന്തെങ്കിലും എന്തു പറ്റി മാളു? എന്താ പ്രശ്നം? കോൺട്രാക്ടർമാരോടെല്ലാം കൈക്കൂലി ആവശ്യപ്പെടാറുണ്ട് എന്നൊരു പരാതി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ആന്റി കറപ്ഷൻ ബ്യൂറോ ആവണിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. മോഹനേട്ടനെ വിളിച്ചിട്ട് ഫോൺ സ്വിച്ച് ഓഫ് ആ. പാവാ മനുഷ്യൻ. ഇതറിഞ്ഞ് നാണക്കേട് കൊണ്ട് ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയതായിരിക്കും. ഞാൻ എന്നാന്ന് പോയി നോക്കിയിട്ട് വരാം. പ്രകാശൻ, ഞാനും കൂടെ വരാം. വിജിലൻസ് എനിക്ക് കുറച്ച് കോൺടാക്ട്സ് ഉണ്ട്. മക്കൾ പേടിക്കണ്ടട്ടാ. ത്രിവേണി ഇവരെ കൂടി ഇരിക്കെ, ഞങ്ങൾ പോയി നോക്കിയിട്ട് വരാം. ഇതിനാണോ ഇവര് 10-15 കൊല്ലം കഷ്ടപ്പെട്ട് പഠിച്ച് PSC എഴുതി ജോലി മേടിച്ചത്? ഇപ്പൊ സ്വയം നാറുന്നതിന് പകരം കുടുംബം മൊത്തം നാറ്റിച്ചല്ലോ. ഇനിയിപ്പൊ തലേ കൂടെ മുണ്ടിട്ട് നടക്കാം. ചേച്ചിയൊന്നും ഞാൻ നോക്കൂല. കരണ്ണടിച്ചേ പൊളിക്കും. നിനക്കൊക്കെ കാണിക്കാം. ഞാൻ പറഞ്ഞാലോ കുറ്റം. കൈക്കൂലി കേസിൽ DAO അറസ്റ്റിൽ. എത്ര മനോഹരമായ കാഴ്ച. എന്ത് രസവാ കാണാൻ. എന്നാലും ഇത് ആര് കൊടുത്ത പണിയായിരിക്കും? ആയ്മയായിരിക്കോ? എന്തായാലും സമ്മതിക്കണം. പറഞ്ഞ പോലെ ചെയ്തു കളഞ്ഞല്ലോ. ഇനി ഇവര് ശരിക്കും കൈക്കൂലി വാങ്ങിയിട്ടുണ്ടാവോ? എന്തൊക്കെ ബഹളായിരുന്നു. ഫുഡുണ്ടാക്കി കൊടുക്കുന്നു, യാത്ര അയക്കുന്നു. ഇപ്പൊ എന്തായി? ആ അമ്മ, ഞാൻ എത്ര നേരമായി വിളിക്കുന്നത്. അമ്മ എന്താ ഫോൺ എടുക്കണ്ടെന്നേ? പുതിയൊരു ന്യൂസ് ഉണ്ട്. പിന്നെ ഇവിടുത്തെ റാണിയെ കൈക്കൂലി കേസിൽ പിടിയിലായി. ആ സത്യാണമ്മ, ന്യൂസിലൊക്കെ ഉണ്ട്. ലിങ്ക് വേണേ ഞാൻ സെൻഡ് ചെയ്തരാ. ഇനി അവര് ശരിക്കും കൈക്കൂലി വാങ്ങിയതാണോ ആരെങ്കിലും പണി കൊടുത്തതാണോ എന്ന് അറിയില്ല. ഇപ്പൊ യശോദാമ്മ ഉണ്ടായിരുന്നെങ്കിലേ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടിയേനെ. എല്ലാരും വിഷമത്തിലാ അമ്മ. ഏട്ടത്തി ആരോ കുടുക്കിയതാ. അല്ലാതെ എന്റെ ഏട്ടത്തി അങ്ങനെ ഒന്നും ചെയ്യില്ല. ശരി അമ്മ. അമ്മയാ ന്യൂസ് കണ്ടിട്ട് വിളിച്ചതാ. ഏട്ടത്തി തെറ്റൊന്നും ചെയ്യില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്.